പോവാം. കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. പ്രതികളായ 3 പേരും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന പുതിയ വിവരം. അതേസമയം സംഭവത്തിൽ കേസെടുത്ത വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് നൽകാൻ റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുക്കത്ത് സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. ലോഡ്ജുടമ ഉൾപ്പെടെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുന്നതിന്റെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിരുന്നു. യുവതി നൽകിയ പരാതിയിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും അറസ്റ്റ് വൈകുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതികൾ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമായി തുടരുന്നു എന്നുമാണ് പോലീസ് വിശദീകരണം. അതേസമയം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് റൂറൽ എസ്.പിക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. 24 കോഴിക്കോട്. യെസ്, നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ക്രിസ്ത്യൻ ചേരി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ചേരിയാണ്, നോക്കട്ടെ എന്തെങ്കിലും കിട്ടും. ചേട്ടാ എന്നെ ചൂണ്ടയിടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ബിബിൻ, എവിടെ സ്ഥലം എവിടെയാ? അടുത്ത് തന്നെയാണ്. എല്ലാ ദിവസവും വരാറുണ്ടോ? വരാറുണ്ട്. കിട്ടാറുണ്ടോ? മീൻ കിട്ടാറുണ്ട്. ക്രിസ്ത്യൻ ചേരിയാണ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ വാർത്തയാണ് ചൂണ്ടയിട്ട് പിടിക്കുന്നത്, പക്ഷെ ഇത് അനങ്ങുന്നില്ലല്ലോ. കുറെ താമസിക്കുമോ? ഒന്ന് കറക്കി തരും, കാരണം എൻ്റെ ഒരു കയ്യിൽ മൈക്ക്, ഫോണ്. യെസ്, ഇവിടെ നോക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പോവാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരികെ വരാം. രാഹുൽ സുരേഷ് ഉണ്ടല്ലേ, രാഹുലിനോട് ചോദിക്കാം. യെസ് രാഹുൽ, ഈ മുക്കത്തെ ഈ പീഡനശ്രമം ചെറുക്കുന്നതിനിടെ പെൺകുട്ടി താഴേക്ക് ചാടിയ സംഭവം അത് കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ കെട്ടിടത്തിൽ നിന്ന് ചാടുന്ന തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ കുടുംബം എന്താണ് ഈ കേസിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്? അപ്പം കേസിന് അന്വേഷണം എങ്ങനെ? ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 5 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മുക്കത്ത് പീഡനശ്രമം തടുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുന്നത്. ഇപ്പോഴും ഈ 3 പ്രതികളും കാണാമറയത്താണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 3 പ്രതികളും ഒളിവിലാണ്. ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ കോഴിക്കോട് ടൗണിനടുത്തുള്ള കക്കോടി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഈ പ്രതികൾ എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഉൾപ്പെടെ പരിശോധന നടത്തി. ഈ പ്രതികളുടെ വീട്ടിൽ 3 തവണ പരിശോധന നടത്തി. അപ്പോഴൊന്നും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ല വിട്ട് പ്രതികൾ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് യുവജന സംഘടനകളുടെയും വനിതാ സംഘടനകളുടെയും ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയാണ്. അതേസമയം ഈ പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തുന്നുണ്ട്. പ്രജിൻ, ക്രിസ്റ്റ്യനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നിരവധി തെളിവുകളാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്. ആ തെളിവുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ റൂറൽ എസ്.പിയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി പ്രതികളെ പിടികൂടുമെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. പക്ഷേ 5 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് പോലീസിന്റെ ഒരു വീഴ്ചയായി എടുത്തു പറയേണ്ടതാണ്. ഇന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് യുവതിയുടെ കുടുംബം പറഞ്ഞിട്ടുള്ളത്. കാരണം ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ കുടുംബത്തിന്റെ പക്കലുണ്ട്. പക്ഷേ അന്വേഷണ പുരോഗതി കൂടി പരിശോധിച്ച ശേഷം ആ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. ഇന്നും അറസ്റ്റ് വൈകുകയാണെങ്കിൽ ഇന്ന് കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുള്ള സാധ്യതയാണ് ഈ സംഭവത്തിൽ കാണുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന.